ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞ ഒരു ക്ഷേത്രമാണ് ഇന്നത്തെ ദൈവമേ കൈത്തൊഴാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇരുമുടി കെട്ടേന്തി സ്ത്രീകൾ എത്താറുള്ള സ്ത്രീകളുടെ ശബരിമലയുണ്ട് ആലപ്പുഴ ജില്ലയിൽ. എല്ലാ മതസ്ഥരെയും ഒന്നായി കാണുന്ന സർവമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവ്. കാണാം ദൈവമേ കൈത്തൊഴാം. സ്ത്രീകൾ ഇരുമുടിക്കെട്ടേന്തി വരാറുള്ള സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം. പാശ്ചാത്യ ലോകത്ത് സ്ത്രീപക്ഷ ചിന്ത തലപൊക്കുന്നതിന് മുൻപേ നാരീപൂജ എന്ന പേരിൽ സ്ത്രീയെ ദേവിയായി ആരാധിക്കാൻ തുടങ്ങിയ ഒരിടം. ആത്മീയതയുടെയും നിറഭക്തിയുടെയും ഒട്ടനവധി കഥകൾ പറയാനുള്ള ചക്കുളത്തുകാവ്. ആലപ്പുഴ തിരുവല്ലയിൽ നീരേറ്റുപുറത്താണ് മതജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനമുള്ള ചക്കുളത്തുകാവ്. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായി കരുതുന്ന വനദുർഗയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. ചക്കുളത്തമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവതിയെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഭുവനേശ്വരി, ഭദ്രകാളി തുടങ്ങി ആദിപരാശക്തിയുടെ എല്ലാ പ്രധാന ഭാവങ്ങളിലും ആരാധിച്ചു വരുന്നു. ഉപദേവതകളായ ഗണപതിക്കും പരമശിവനും ഹനുമാനുമെല്ലാം ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയ അസുരന്മാരെ വധിക്കാൻ പരാശക്തി 8 കൈകളുള്ള ദുർഗയായി അവതരിച്ച രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് വിശ്വസിക്കപ്പെടുന്നു. മുൻപ് ഇതൊരു കൊടുംകാടായിരുന്നുവെന്നും അവിടെ താമസിച്ചിരുന്ന ഒരു വേടനും കുടുംബത്തിനും മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ടതായും കഥകളുണ്ട്. വേട കുടുംബം എന്ന് പറയുന്നത് ശിവനും പാർവതിയും അവരുടെ മക്കളുമായിരുന്നു. അപ്പം ശിവകുടുംബമായിരുന്നു ഈ ഒരു ഐതിഹ്യത്തിൽ വന്നുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്. അതിൽ പിന്നീടാണ് ഈ ക്ഷേത്രം അന്നുള്ള ആൾക്കാർ അത് പിന്നീട് ആരാധിച്ചു പോരുകയും പിന്നീട് ക്ഷേത്രം പണിയുകയൊക്കെ ചെയ്ത് ഇന്ത്യയിൽ കാണുന്ന ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം ഈ നിലയിലെത്തിയത്. ശബരിമലയ്ക്ക് സമാനമായി ഇരുമുടിക്കെട്ടേന്തി സ്ത്രീകൾ നോമ്പുനോറ്റ് ചക്കുളത്തുകാവിലെത്താറുണ്ട്. അതിനാൽ സ്ത്രീകളുടെ ശബരിമല എന്നൊരു വിളിപ്പേരും ചക്കുളത്തുകാവിനുണ്ട്. ക്ഷേത്രത്തിന്റെ ഇരുവശങ്ങളിലൂടെയുമായി പമ്പാനദിയും മണിമലയാറും ഒഴുകുന്നു. നദികളാൽ ചുറ്റപ്പെട്ട ഈ ഭൂപ്രകൃതി ക്ഷേത്രത്തിലെ അന്തരീക്ഷത്തിന് ഭക്തിസാന്ദ്രമായ ശാന്തതയാണ് സമ്മാനിക്കുന്നത്. ബൃഹത്തായ ഹനുമാൻ വിഗ്രഹവും ക്ഷേത്രത്തിന്റെ ആകർഷണീയതകളിൽ ഒന്നാണ്. ക്ഷേത്ര പരിസരത്തെ ആൽമരത്തിൽ പട്ടുകെട്ടിയാൽ വിവാഹം നടക്കുമെന്നും തൊട്ടിൽ കെട്ടിയാൽ സന്താനഭാഗ്യമുണ്ടാകുമെന്നും വിശ്വാസികൾ കരുതുന്നു. ഞാൻ ഒരു 10ാം ക്ലാസ് പഠിക്കുന്നതിന് മുമ്പോട്ട് തന്നെ ഞാൻ ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിനൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. ചക്കുളത്തുകാവിലെ പൊങ്കാല ആറ്റുകാൽ പൊങ്കാല പോലെ പ്രശസ്തമാണ്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിലാണ് ഇവിടുത്തെ പൊങ്കാല. ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ തിരുമേനിയുടെയും ബ്രഹ്മശ്രീ മണികണ്ഠൻ തിരുമേനിയുടെയും നേതൃത്വത്തിലുള്ള ക്ഷേത്രം ട്രസ്റ്റാണ് ചക്കുളത്തുകാവിലെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത്. മധ്യകേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവിന് പറയാനുള്ളത് മതജാതി വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്വീകരിക്കുന്ന സൗഹാർദ്ദത്തിന്റെ കഥ കൂടിയാണ്. ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് ഒരുപക്ഷെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും കാണാൻ സാധിച്ചേക്കും. പക്ഷെ അങ്ങനെ ഒരു ബോർഡ് ചക്കുളത്തുകാവിൽ എവിടെയും കാണാൻ സാധിക്കില്ല. മത, ജാതി, വർഗ, വർണ്ണ വിവേചനമില്ലാതെ എല്ലാ മനുഷ്യരെയും വരവേൽക്കുന്ന സർവമത തീർത്ഥാടന കേന്ദ്രമാണിവിടം. കേരളത്തിന്റെ ശക്തയ പാരമ്പര്യത്തിന്റെ വേറിട്ടൊരു മാതൃക. ക്യാമറമാൻ ദീപക് ജേക്കബിനും സജയ്ക്കുമൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.